ഞങ്ങൾ 20 സെൻറ്റ് സ്ഥലത്ത് കരനെല്ല് ഉൽപ്പാദിപ്പിക്കുകയുണ്ടായി. ഈ നെല്ല് വിതച്ചത് ഇവിടെ താമസിക്കുന്ന വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഗസ്റ്റായിരുന്നു. ഇന്ന് നെൽകൃഷി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ കരപ്പുറത്ത് നമ്മൾ 20 സെൻറ്റ് സ്ഥലത്ത് കൃഷി നടത്തി. ഞങ്ങൾ ചെയ്തതെന്താണെന്ന് വെച്ചാൽ, ഇത് വെള്ളം പെട്ടെന്ന് ഊർന്നിരുന്നുകൊണ്ട് സിൽപോളിൽ ഇട്ടിട്ടാണ്, അതിൻ്റെ മേലെ മണ്ണിട്ടിട്ടാണ് നമ്മൾ നെല്ല് വിതച്ചതും നെല്ല് വളർത്തിയതും. ഇതിൻ്റെ ഒരു മെസ്സേജ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇന്നത്തെ കാലത്ത് നമ്മൾ പച്ചക്കറിക്കും അരിക്കുമെല്ലാം വേണ്ടി അന്യ സംസ്ഥാനങ്ങളെ വളരെയധികം ആശ്രയിക്കുന്ന ഒരു സ്ഥിതിയാണ്. മറുഭാഗത്ത് ഇഷ്ടംമാതിരി നെൽവയലുകൾ ഇന്ന് നികത്തപ്പെട്ട് പോകുന്നു. അവിടെയെല്ലാം കോൺക്രീറ്റ് ബില്ലുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. കേരളത്തിൻ്റെ നെല്ലറയായിട്ടുള്ള പല സ്ഥലങ്ങളും ഇന്ന് മരുഭൂമിയായിട്ട് കിടക്കുന്ന ഒരവസ്ഥാവിശേഷം ഇപ്പോഴുണ്ട്. ഞങ്ങൾ ഈ 20 സെൻറ്റ് സ്ഥലത്ത് ഓർഗാനിക് രീതിയിലുള്ള നെൽവിത്ത് ഉൽപ്പാദനമാണ് നടത്തിയിരിക്കുന്നത്. നമ്മുടെ 30 ഏക്കറിലോളമുള്ള സ്ഥലത്തു നിന്നുള്ള ഈ കരിയിലകളും, അതേപോലെ തന്നെ നമ്മളുടെ റിസോർട്ടിലുള്ള ബയോഗ്യാസ് പ്ലാന്റിലുള്ള സ്ലറിയും, അതേപോലെ സിവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലുള്ള ശുദ്ധീകരിച്ച വെള്ളവുമാണ് ഈ നെൽകൃഷിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ മാരാരി ബീച്ചിലെ കുടിലുകളെല്ലാം, ഹട്ട്സെല്ലാം തെങ്ങോല കൊണ്ട് മേഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന തെങ്ങോലകളും അത് നമ്മൾ മൈക്രോ ഓർഗാനിസം വഴി അതും വളമാക്കി മാറ്റിയെടുത്ത് ആ വളമാണ് നമ്മൾ ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ഈ നെല്ല് കൊയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തൊട്ടടുത്തുള്ള സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലുള്ള കുട്ടികളെയാണ് ക്ഷണിച്ചത്. നമ്മുടെ ഈ ലൊക്കാലിറ്റിയിലുള്ള സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിൽ നിന്നുള്ള കുട്ടികളും അതേപോലെ വിദേശികളായിട്ടുള്ള നിരവധി ഗസ്റ്റുകളും ഈ നെൽകൃഷി കൊയ്ത്തിന് ഉണ്ടായിരുന്നു. ഈ വിളവെടുപ്പ് ഞങ്ങളെ സംബന്ധിച്ചോളം, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദം നിറഞ്ഞ ഒരു സമയമായിരുന്നു. ഇന്നത്തെ പുതുതലമുറയും കൃഷിയിൽ നിന്നെല്ലാം കുറേ അകന്നു പോകുമ്പോൾ അതിനെപ്പറ്റി ഇന്ന് പല ഓർഗനൈസേഷനും പല ഇതിലും സ്കൂളുകളിലെ കുട്ടികളെ കൃഷിയിലുള്ള അഭിരുചി വളർത്തുന്നതിന് വേണ്ടി പല മാർഗങ്ങളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളും മാരാരിക്കുളത്തുള്ള സെൻറ്റ് അഗസ്റ്റിൻ സ്കൂളിലെ കുട്ടികളെ കൊണ്ട് അത് വിളവെടുപ്പിച്ചപ്പോൾ അവർക്കും കൃഷിയിലേക്ക് ഈ കുട്ടികളെയും ആ കുട്ടികളുടെ കുടുംബങ്ങളെയും ഈ കൃഷിയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അതേപോലെ ഈ 4 ഏക്കർ പച്ചക്കറി തോട്ടത്തിലുള്ള കൃഷി കാണുമ്പോൾ ആ കുട്ടികൾക്ക് അതും വളരെ നല്ല അനുഭൂതിയായിട്ടാണ് കാണുന്നത്.